വെറുതെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് കട്ടിട്ട് ആ ഫണ്ടൊക്കെ പാസ്സായതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉത്തരം തന്നേ പറ്റുള്ളൂ. കാരണം എന്താ, പണ്ടത്തെ കാലത്തൊന്നും ഉപ്പുവെള്ളം കയറലൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ അറിയോ, കൃത്യസമയത്ത് ബണ്ടടച്ച് കെട്ടി അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും തീരദേശ മേഖലയ്ക്ക് പാസ്സാവണ ഫണ്ട് മാത്രം മതി. അറിയോ ആർക്കെങ്കിലും ചീപ്പ് കെട്ടേണ്ട ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയില്ല. ഒന്നാമത് ചീപ്പ് കെട്ടേണ്ടത് ഈ കാണുന്ന തീട്ടപ്പിറക്കാടിമാരത്തെ തെങ്ങിൻ്റെ മല്ലുകൊണ്ടല്ല. ഇത്ര നേരം സംസാരിച്ചത് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണോ? ഈ പറയണ ഭിത്തിയുടെ സൈഡിൽ നിന്നല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുടി മുറിക്കും. വെല്ലുവിളി ഉണ്ട് ആരെങ്കിലും. തീരദേശ മേഖല സംരക്ഷിക്കേണ്ട അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തത്തിന് തെന്നി മാറിപ്പോണത് ഒരുമാതിരി മറ്റോടത്തെ പരിപാടിയാണ്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും എന്തുകൂട്ടടുത്ത പ്രശ്നമായിട്ടാണ് വരുന്നതെന്നല്ലേ. അതെ ഗൈസ്, ഇതൊരു ചെറിയ പ്രശ്നം തന്നെയാണ്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളാരും ഇത് അറിയില്ല. ഇതിങ്ങനെ ഒരു സാധാരണ സംഭവമായിട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട് ആങ്ങണ്ടൂരാണ്. അപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്നത് ഈ പറഞ്ഞ തീരദേശ മേഖലയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ബണ്ട് കെട്ടൽ, തീരദേശ മേഖല സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഉപ്പുവെള്ളം കയറലാണ്. ഒന്നാമത് കുടിക്കാൻ വെള്ളമില്ല, അതിൻ്റെ ഇടയ്ക്കൂടെ ഉപ്പുവെള്ളം കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നാട്ടിലും ഉണ്ടാവണ ഒരു ചെടി പോലും വളരില്ല, അറിയാലോ. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് തീരദേശ മേഖല കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പദ്ധതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുഴയിൽ നിന്ന് മണ്ണ് കോരിയിട്ട് തീരദേശ മേഖലയുടെ സൈഡിലിട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ പുഴ. ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ കല്ല് മണ്ണൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ കണ്ട ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഫോൾട്ട് പറയാൻ മാത്രം ക്യാമറ എടുക്കണം. നല്ല ഗൈസ്, ഉള്ള കാര്യമുള്ള മാതിരി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് എന്ത് കുണച്ച ആൾക്കാർ വന്ന് കുണച്ച് വർത്തമാനം പറഞ്ഞാൽ നമുക്കൊരു തേങ്ങില്ല. ഉള്ളത് തന്നെ നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ തീരദേശ മേഖലയിൽ ഇതേമാതിരി മണ്ണിടുമ്പോൾ അത് ഈ കൽബാർട്ടിൻ്റെ ഈ സൈഡിൽ നിന്ന് കോരിയിട്ടല്ല ഇപ്പുറത്തേക്ക് ഇടേണ്ടത്. ഒന്നില്ലെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് കോരിയിട്ട് വേണം ഇവിടേക്ക് ഇടാൻ. ഇവിടെ നിന്ന് കോരിയിട്ട് ഇപ്പുറത്തേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞ് വീഴുന്നുള്ളത് ഏത് പൊട്ടനും അറിയാം അല്ലേ. ചെയ്യുമ്പോൾ ചെയ്യണ കാര്യത്തിനൊരു കൃത്യത, അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഈ പരിപാടി ചെയ്യണത് എന്തിനാണ്? തീരദേശ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തുകൂടെ? ആൾക്കാരെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും സംസാരിക്കുന്ന മാതിരി ഫണ്ട് അടിച്ച് മാറ്റാനും വെറുതെ തോന്നിയാസം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിൻ്റ് ആണെങ്കിൽ പോയിൻ്റ് ആണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതിട്ടാ. ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് മണ്ണിങ്ങനെ കോരിയിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് എന്ത് കാര്യം? ഇവിടെ നിന്ന് മണ്ണ് പോയി കഴിഞ്ഞാൽ ഈ തിണ്ടിടിഞ്ഞ് വീഴുന്ന ഏത് പൊട്ടനും അറിയാം, ശരിയല്ലേ? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ പണിയെടുത്ത ആൾക്കാർ, ഇതിൻ്റെ ആൾക്കാർ അല്ലട്ടോ എനിക്ക് പ്രശ്നം. ഈ പണി ഏൽപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത് ആരാണ്? അവരാണ് ഇതിലെ ഏറ്റവും വലിയ ഫോൾട്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് സ്ഥലത്ത് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ കൽബാർട്ട് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതായത് ഈ മണ്ടേന്ന് മണ്ണ് കോരിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കൂലേ, ഇടിഞ്ഞ് വീണിട്ടുള്ള കാണിച്ചു തരട്ടെ. അതും കൂടി കണ്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ എന്താ പറയുക, ആറ്റായി നിൽക്കുന്ന സമയമാണ്. മണ്ടേന്ന് മണ്ണ് കോരിയതിൻ്റെ ക്ലിപ്സ് ഉണ്ട്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അല്ലാതും കാണാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, ഇത് ആരെ ബോധ്യപ്പെടുത്താൻ, ആരുടെ പോക്കറ്റിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫണ്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഒരു കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണ
രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ശരിയല്ലേ? ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം. ഇപ്പം പലർക്കും കൃമികടി പൊട്ടും ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ വീഡിയോസും ചെയ്യാറില്ല. ഉള്ള കാര്യം പറയുമ്പോൾ കണ്ണുകടിയും കടിയാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യാറില്ല. ഈ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഡെയിലി ഈ തോന്നിയാസം കണ്ടിട്ട് നമുക്കിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്കിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ എന്ത് ഉണ്ടായാലും ഒരു പ്രശ്നവുമില്ല. മനസ്സിലാവണ്ട? ഇത് ഇവിടുത്തെ പ്രശ്നമാണ്. ആ പ്രശ്നം പറയാൻ ബാക്കിയുള്ളവരില്ലെങ്കിൽ പിന്നെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ അറ്റത്തേക്ക് പോവാം. അതായത് മീൻകടവ്, മണപ്പാട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആദ്യം പോവാം. അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ മൊത്തം ഇതേമാതിരി മണ്ണിട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഇവിടുത്തെ കല്ലൊക്കെ നിന്നിരുന്നു നല്ല രീതിയിലായിരുന്നു. അതേമാതിരി നല്ല രീതിയിൽ സെറ്റായിട്ടാണ് നിന്നിരുന്നേ. അപ്പം ഇന്നത്തെ അവസ്ഥ നോക്കൂ, ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒലിച്ചു പോയേക്കണം അല്ലേ? അങ്ങനെ എനിക്ക് കാണാൻ പറ്റണേ. അതാ ഒലിച്ചു പോയിട്ട് പുഴയിലേക്ക് ഒലിച്ചു പോയിട്ടുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇടിഞ്ഞ് പൊളിഞ്ഞത് എടുക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ സൈഡിൽ നിന്ന് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പൊട്ടാത്തതും പൊട്ടും. പ്രത്യേകിച്ച് വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും കോരരുത്. അപ്പോൾ ഇതിനാരും ഉത്തരം പറയും? പഞ്ചായത്താണോ, അല്ലെങ്കിൽ ഈ പണി ചെയ്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ കരാറെടുത്ത ആൾക്കാരാണോ? ആരുത്തരം പറയും? എന്തായാലും ഉത്തരം തന്നേ പറ്റുള്ളൂ. കാരണം എന്താ, ഇവിടെ ഉപ്പുവെള്ളം കയറുന്നത് ഇന്നെല്ലാം തുടങ്ങിയല്ല. പക്ഷേ പണ്ടത്തെ കാലത്തൊന്നും ഉപ്പുവെള്ളം കയറലൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ അറിയോ? കൃത്യസമയത്ത് ബണ്ടടച്ച് കെട്ടി അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. പിന്നെ കാലങ്ങൾ പോയപ്പോൾ ആർക്കും തീരദേശ മേഖല എന്നുള്ളത് ഒരു ശ്രദ്ധയില്ലാത്ത ആൾക്കാരെ തീരദേശ മേഖലയിലുള്ള ആൾക്കാരെ ആരും ശ്രദ്ധിക്കാണ്ടായി. എല്ലാവർക്കും തീരദേശ മേഖലയ്ക്ക് പാസ്സാവണ ഫണ്ട് മാത്രം മതി. എന്നാൽ ആ ഫണ്ട് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഉപകരിക്കുക, നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും ഉപകാരമുള്ള രീതിയിൽ ഉപകരിക്കുക പറ്റില്ലല്ലോ അല്ലേ? അതാണ് വിഷയം. എടാ, എൻ്റെ വിഷയത്ത് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയടിക്കും. പക്ഷേ മൂഞ്ചിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ട് ഈ ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും അറിയട്ടെ, നമ്മുടെ ആങ്ങണ്ടൂരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ. നിങ്ങളെന്നാ ഓക്കെ. പിന്നെ ചീപ്പ് കെട്ടുന്ന കാര്യത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ കേട്ടാ. ചീപ്പ് കെട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഈ പൊളിഞ്ഞ മൊത്തം കണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചീപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് അടുത്ത പ്രശ്നം. ഇതാണ് നമ്മുടെ ചീപ്പ്, അതായത് മീൻകടവ് ചീപ്പ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ ചീപ്പ് കെട്ടി പോയിട്ടൊക്കെ ഉണ്ട്. നോക്ക് ഗൈസ്, ചീപ്പ് കെട്ടി തൂർത്ത് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് ചീപ്പ് കെട്ടേണ്ടത് ഇങ്ങനെയല്ല. അറിയോ ആർക്കെങ്കിലും ചീപ്പ് കെട്ടേണ്ട ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയില്ല. ഒന്നാമത് ചീപ്പ് കെട്ടേണ്ടത് ഈ കാണുന്ന തീട്ടപ്പിറക്കാടി മാരത്തെ തെങ്ങിൻ്റെ മല്ലുകൊണ്ടല്ല. തെങ്ങിൻ്റെ മല്ലുകൊണ്ടാണ് ചീപ്പ് കെട്ടി പോയിട്ടുള്ളത് കേട്ടോ. ഈ തെങ്ങിൻ്റെ മല്ല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എത്ര നാൾ നിൽക്കും? നിങ്ങൾ പറ, കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചിട്ട് പറ. വെറും തെങ്ങിൻ്റെ മല്ല് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ, അത് ഉപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? കുതിർന്ന് വേഗം കേടായി പോകുന്നുള്ളത് ഏത് പൊട്ടനറിയാം. ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന പൊട്ടന്മാരാണോ? അറിയാണ്ടാണ് ചോദിക്കണാണ് ഞാൻ. നോക്ക്, ഈ തെങ്ങിൻ്റെ മല്ല് പാസ്സാക്കി കൊടുത്താരാ? ചീപ്പ് കെട്ടാൻ വേണ്ടിയിട്ടേ. ഇത് പണ്ടത്തെ ഒരു മരട്ടാ. ഇത് എൻ്റെ കൈസ് കാണിച്ചടാ. ഇത് പണ്ടത്തെ ഒരു മല്ലാണ്, അതായത് ചീപ്പ് കെട്ടണ മല്ലാണ്. കണ്ടില്ലേ? ചീപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക തരം മരമുണ്ട്. ഈ മരത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മുടെ തലമുറ മുതിർന്ന ആൾക്കാരോട് ചോദിക്കേണ്ട ഒരു, എനിക്കറിയില്ല പേര്. ഇതാകുമ്പോൾ ഏത് വെള്ളത്തിലിട്ടാലും സാധനം കേടാവില്ല, സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. ഒടിയയില്ല, ചതയില്ല, വെള്ളത്തിന് ഒരു തരി പോലും ഉപ്പ് വെള്ളത്തിനെ ഉള്ളിലേക്ക് വിടയില്ല. ഈ തെങ്ങിൻ്റെ മല്ല് എത്ര നാൾ നിൽക്കും? ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നാൽ മതിട്ടാ. ഓക്കെ, വെറുതെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് കട്ടിട്ട്
ആ ഫണ്ടൊക്കെ പാസ്സായതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആ ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ചെയ്യണം, എന്നാലേ ഉപകാരം ഉണ്ടാവുള്ളൂ. വോട്ട് ചോദിക്കാൻ വരുന്ന നേരത്ത് മാത്രം അയ്യോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് ചുമ്മാ തന്നിട്ട് പോയിട്ട് കാര്യമില്ലാന്ന്. പണി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉടായ്പ പണികളൊന്നും വേണ്ട. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും, പൊട്ട കണ്ടാൽ പൊട്ടാന്ന് തന്നെ പറയും. അതല്ല അതിൻ്റെ ഒരു ശരി. നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണോ? കാണിച്ചു തന്നില്ലേ? നിങ്ങൾ വന്ന് നോക്കി നോക്ക് എന്ത് മല്ലോണ്ടാണ് ഇവിടെ ചീപ്പ് പണിതുള്ളതെന്ന്. അല്ലെങ്കിൽ ഇവർ കോരി എടുത്തിട്ടുള്ളത് ഈ പറയണ ഭിത്തിയുടെ സൈഡിൽ നിന്നല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുടി മുറിക്കും. വെല്ലുവിളി ഉണ്ട് ആരെങ്കിലും? അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള നല്ല പണിയല്ല, ഉപകാരമില്ല, ഉപകാരം വേണം. ഉപകാരത്തിന് വേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തീരദേശ മേഖല സംരക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തത്തിന് തെന്നി മാറിപ്പോണത് ഒരുമാതിരി മറ്റോടത്തെ പരിപാടിയാണ് അല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാട്ടാ. ശരി, ഇതങ്ങനെ പൊട്ടി വീഴട്ടെ കേട്ടോ, ഇതങ്ങനെ ഇടിഞ്ഞ് വീഴട്ടെ.